അവസാനം എൻ്റെ കൗ സർഫിംഗ് ഹൗസ് വന്നു. ഞാൻ നെക്സ്റ്റ് പോകുന്ന സ്ഥലം കണ്ടില്ലേ, ഉറുഗ്വായ്. ഈ കാണുന്നത് ബ്രസീലാണ്. ഉറുഗ്വായ് ബോർഡർ തൊട്ടപ്പുറത്താണ്. ഉറുഗ്വായ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്, അതുകൊണ്ട് ആളുകളെല്ലാം ബ്രസീലിൽ വന്നിട്ട് സാധനങ്ങൾ വാങ്ങും. അതുപോലെ തന്നെയാണ് നമ്മുടെ അർജന്റീനയും ബ്രസീലും ഇല്ലേ, അർജന്റീനയിൽ നിന്നുള്ള ആൾക്കാർ ബ്രസീൽ വന്നിട്ട് സാധനം വാങ്ങും. അതിൻ്റെ ഒരു വലിയൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തരാൻ മറന്നുപോയി. Hola amigo, ¿cómo estás? Bien, bien, acá estamos. Bienvenidos a Uruguay, bienvenido a Uruguay. Bueno, estamos en Brasil en realidad. Brasil. Yes, yes. Próximo Uruguay. Próximo in the border of. Uruguay, they speak Spanish. Yes, yes. Uruguay, no problem. I speak in Spanish. Yeah. Mi poquito Spanish. Estamos en la frontera acá, estamos en una ciudad que se llama Quaraí, que es la frontera con Brasil, Uruguay. Brasil, Uruguay. Esta ciudad es brasilera. Ahora vamos a ir a Uruguay, que es donde vivo yo. Okay. ¿Dónde te vas a quedar? Gracias. No. Vamos. Vamos. കേട്ടോ, അയ്യോ എൻ്റെ അടുത്ത് ബ്രോറിന് 2 ദിവസമൊക്കെ നീ നിൽക്കണം, എനിക്ക് സമയമില്ല കേട്ടോ. ഞാൻ ആക്ച്വലി ഒരു വലിയൊരു ലോങ് ട്രിപ്പ് പോകുന്നുണ്ട്, അതിനു വേണ്ടിയാണ് ഈ കഷ്ടപ്പെടുന്നത്. പിന്നെ എന്തിനാ ഇപ്പം നിങ്ങൾ ആലോചിക്കും എന്തിനാണ് വെറുതെ പെട്ടെന്ന് ഒരു രാജ്യത്ത് പോകുന്നത്. അതിൻ്റെ കാരണം ഞാൻ അറിയാതെ ഈ രാജ്യത്തോട്ടൊക്കെ വിസ എടുത്തു, പൈസ കൊടുത്തു. യൂട്യൂബ് പൈസ എടുത്തു. അപ്പോൾ ആ പൈസ നഷ്ടപ്പെടുത്തണ്ടല്ലോ, ഒന്ന് രാജ്യത്ത് എൻ്റർ ചെയ്തിരിക്കാം. നമ്മുടെ ഉറുഗ്വായ് അപ്പുറത്താണ് കേട്ടോ. നമ്മൾ ഉറുഗ്വായിലോട്ട് പോവാണ്, ഇങ്ങനെ ഏതാണ്ട് ക്രോസ് ചെയ്ത്. ഇവിടെ അവർക്ക് എമിഗ്രേഷൻ ചെക്കൊന്നും ഇല്ല കേട്ടോ, നമുക്ക് മാത്രമാണ് എമിഗ്രേഷൻ ചെക്ക്. ഞാൻ എമിഗ്രേഷനിലോട്ട് വന്നതാ. ഇങ്ങനെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻ എന്നൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിസയൊക്കെ എടുക്കാതെ അങ്ങ് വന്നേനെ കേട്ടോ. വെറുതെ ഏകദേശം $100 അടുപ്പിച്ചാണ് ഈ വിസയ്ക്ക് ചിലവായത്. ഈ കാണുന്നതാണ് നമ്മുടെ കൊറായ് റിവർ. നമ്മളങ്ങനെ നേരെ This is Uruguay. Para este lado അർജന്റീന, സോറി ബ്രസീൽ. ഇപ്പുറത്ത് ബ്രസീലും ഇപ്പുറത്ത് നമ്മുടെ അർജന്റീന. അങ്ങനെ നമ്മുടെ അർജന്റീനയിലോട്ട് നമ്മൾ കയറിയിട്ടുണ്ട്. ഇവിടോട്ട് കയറുമ്പോൾ തന്നെ നല്ല അടിപൊളി പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ചിലവ് കൂടുതലുള്ള രാജ്യമാണ് കേട്ടോ ഉറുഗ്വായ്. ആൾക്കാരൊക്കെ നടന്നു പോകുന്നുണ്ടോ സിമ്പിളായിട്ട്, ഇവർക്ക് വിസ ഒന്നും വേണ്ട. ഉറുഗ്വായ്. അങ്ങനെ ഞാൻ ഉറുഗ്വായിലോട്ട് കയറിയിട്ടുണ്ട്. ബിയൻവെനീദോ ഉറുഗ്വായ്. ഞാൻ പോർച്ചുഗീസ് രാജ്യത്തിൽ നിന്ന് വീണ്ടും സ്പാനിഷ് രാജ്യത്തിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഉള്ള ആകെയുള്ള ഒറ്റൊരു പോർച്ചുഗീസ് രാജ്യമാണ് ബ്രസീൽ. അവിടെ നിന്ന് ഞാൻ ഉറുഗ്വായിലോട്ട് തിരിച്ചു കയറി. കണ്ടില്ലേ, ഇവിടെ ഒരു ചെക്കിങ്ങും ഒരു പൊത്തയില്ല, വെറുതെ കയറാൻ കേട്ടോ, ആരും ഒന്നും നോക്കൂല. ഇവിടെ ധാരാളം കുതിര, ഡോങ്കി. നല്ല സ്ട്രീറ്റൊക്കെ ഭയങ്കര ക്ലീന്, നല്ല രസമുണ്ട് കേട്ടോ. റമോൺ, ഇതിന് റമോൺ എന്നാണ് കേട്ടോ പറയുന്നത്. ഇവിടുത്തെ വീടുകളൊക്കെ നല്ല രസമുണ്ട്. ആളുകൾ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു, നല്ല രസമുണ്ട് കേട്ടോ. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഹൗസസ്, നല്ല നീറ്റും ക്ലീൻ ആയിട്ടൊക്കെ ഉള്ള ഒരു ഏരിയ. ഉറുഗ്വായ് തുടക്കത്തിലെ വില്ലേജ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, പുള്ളിക്കാരൻ്റെ വീട്ടിലെത്തി. മൈ ഹൗസ് അവിടെയും ഉണ്ട്. എല്ലായിടത്തും വെറുതെ കുതിരയെ കെട്ടിയിടാതെ വെച്ചിട്ടേക്കാം. ഞാൻ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ബ്രോ വാച്ച് മൈ പ്ലേസ്. ബ്രോ നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞാണ് നീ ബീഫൊന്നും കഴിക്കൂലല്ലോ. അപ്പം ഞാൻ പറഞ്ഞില്ല, നമ്മൾ വേറെ ആൾക്കാരാണ്, നമ്മൾ കുറച്ച് മാറിയുള്ള മറ്റുള്ള വേറൊരു ഇന്ത്യക്കാരനാണ്. ദിസ് ഇസ് മൈ സ്റ്റേറ്റ്, കേരള. മാർത്തി, യു വാണ്ട് ടു സേ ഹായ്? അടുത്ത ദിവസം രാവിലെ ആയി. ഗുഡ് മോർണിംഗ്. ഞാനിവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മോർണിംഗ് ബ്രോ. ഗുഡ് മോർണിംഗ്. ബുenos días. മാർട്ടീന, buenos días. മാർട്ടിനാക്ക് ഞാനിവിടെ ഓംലേറ്റ് ഉണ്ടാക്കി കൊടുക്കുവാണ്. ബിയൻ, tu gusto? ¿Te gustó? No? No me gustó esto. Oh, no gusto. Like. നമ്മളെ മാട്ടിക്ക് ഓണിയൻ ഇഷ്ടമല്ല കേട്ടോ. അറിയാതെ ഒരു ഓണിയൻ പോയി, അതാണ് പറഞ്ഞത്. ഞാനിവിടെ ബാക്കി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കാം. ഇവിടെ ഈ കാണുന്നത് ദുൽസെ എന്ന് പറഞ്ഞൊരു സാധനമാണ് കേട്ടോ. ദുൽസെ ദ ലച്ച്. ഇത് ഇവരുടെ ഉറുഗ്വായുടെ പ്രധാന സംഭവമാണ്. ഉറുഗ്വായ് ധാരാളം പശുവിനെ വളർത്തുന്ന ഒരു രാജ്യമാണ് കേട്ടോ. ധാരാളം പശുവുണ്ട്. ഇവിടെ ബീഫാണ് കൂടുതൽ കയറ്റുമതി ചെയ്യുന്നതും. ബീഫാണ് ഇവരുടെ പ്രധാന ഒരു ഇത്. മാറ്റി ഔക്കാണ്. ഞാൻ രാവിലെ ബ്രോന്റെ വീട്ടിൽ നിന്ന് ഹിച്ചേക്ക് ചെയ്ത് പോവാണ്. അതിനുള്ളിൽ ആദ്യം ഇവിടെ നിന്ന് ഉറുഗ്വായിൽ നിന്ന് തിരിച്ച് ബ്രസീൽ പോകണം. ഇമിഗ്രേഷൻ ക്രോസ് ചെയ്യണം. ഞാൻ ഹിച്ചേക്കിങ്ങിനുള്ള ബോർഡ് തയ്യാറാക്കുക. മാർത്തീന, regalo? ¿Por qué? ¿Regalo?
ഓ മുച്ചോ ഗ്രാസിയാസ്. എനിക്ക് വേണ്ടി ഓടിപ്പോയി വാങ്ങിച്ചിട്ട് വന്നോ കേട്ടോ. വീഡിയോ വരുമ്പോൾ ഭയങ്കര താമസമാണ് കേട്ടോ, അല്ലെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് ഇവർ രണ്ടുപേരെ സ്നേഹം ഉണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇതാട്ടോ. എൻ്റെ ഭയങ്കര വലിയ ഒരു വൺ ഓഫ് ദ ചില സമയത്തുള്ള ഡ്രീമാണ് എനിക്ക് ഒരു മോളോ മോനോ എന്നിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യണം എൻ്റെ കുട്ടിയായിട്ട്. അതെൻ്റെ ഒരു വലിയൊരു പണ്ട് മുതലുള്ള ഡ്രീമാണ് കേട്ടോ. ഞാൻ ചില സമയത്ത് ഇതുപോലെ അച്ഛനെയും അമ്മയൊക്കെ അച്ഛനും ഒറ്റയ്ക്ക് വളർത്തുന്ന മോളെയൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ മോനെയൊക്കെ കാണുമ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു ബേബി ഫീവറാണ് കേട്ടോ. അതായത് എനിക്കും അതുപോലെ ഒരു കുട്ടിയെ വേണം, മനസ്സിലായല്ലേ? അപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. പുള്ളിയുടെ ഭാര്യയുമായിട്ട് ഇത് കഴിഞ്ഞു. അപ്പോൾ പുള്ളിയുടെ മകള് 2 ദിവസം ആഴ്ചയിൽ 2 ദിവസം ഇവിടെ വന്ന് നിൽക്കും. അങ്ങനെയാണ് കേട്ടോ. യെസ്, ദ ഇന്ത്യ ഡയറക്ഷൻ പോർട്ടോ അൽഗ്രേ. അങ്ങനെ ഉറുഗ്വായ് എന്ന് പറയുന്ന നമ്മുടെ കത്തോലിക് രാജ്യത്തുനിന്ന് ഞാൻ ഇവിടെ പറയാൻ വേണ്ടി പോകുന്നു. ഒരു രാത്രി മാത്രം നമ്മുടെ ഫ്രോൻ്റോടെയും നമ്മുടെ മാർത്തിയോടെയൊക്കെ ഞാൻ സ്പെൻഡ് ചെയ്തു. നമ്മളിവിടുത്തെ ഒരു പ്ലാസയിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്ലാസ ഈ അർത്തികാസ് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അർത്തികാസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റോണൊക്കെ ഇവിടെ അവർ ഖനനം ചെയ്യുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ പ്ലാസ. അവിടെ നമ്മുടെ ഉറുഗ്വായുടെ ഫ്ലാഗ്, തൊട്ടടുത്തുള്ള രാജ്യമായിട്ടുള്ള ബോർഡർ സ്പെൻഡ് ചെയ്യുന്ന നമ്മുടെ അർജന്റീനയുടെ ഫ്ലാഗ്, അത് നമ്മുടെ ബ്രസീലിൻ്റെ ഫ്ലാഗ്, ഇത് ഇവിടുത്തെ ഇവരുടെ അർത്തിഹാസ് പ്രൊവിൻസിൻ്റെ ഫ്ലാഗാണ് കേട്ടോ. കുഞ്ഞു രാജ്യമാണ്. കുഞ്ഞു രാജ്യം എന്ന് പറയുമ്പം നമ്മുടെ ബ്രസീലിൻ്റെയും അർജന്റീനയുടെയും നടുക്ക് കിടക്കുന്ന ഒരു കുഞ്ഞു രാജ്യം മാത്രമാണ് കേട്ടോ നമ്മുടെ ഈ കാണുന്ന ഉറുഗ്വായ്. ഇതാണ് ഇവിടുത്തെ പ്ലാസ എന്ന് വേണമെങ്കിൽ പറയാനായിട്ട്. ഇതാണ് ഉറുഗ്വായിലെ ഏറ്റവും വലിയ പ്ലാസയാണ് കേട്ടോ. ഇതല്ല ക്യാപിറ്റൽ നമ്മുടെ മൺറോവിയാണ്. നമ്മുടെ ബൂണോസ് ഐറസ് അർജന്റീനയുടെ തലസ്ഥാനത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. ഒരു കടൽ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിനി എന്തായാലും നമ്മുടെ ബ്രസീലിലോട്ട് പോകണം. Marti, con la Marti. hablar. ¿Qué? Marti, habla un poco ahí en el canal de YouTube de él, que después se va a aparecer en el canal. Hola. Hola. Marti. Solo hola. Sí. La Marti te regaló un alfajor. Marti has very high demand, you know. Sí. Only hola. Hola. The first day, in the first day, he talks a little, but the second day. Yeah. More. Third day, bro. Yes. The third day, don't stop talking. ഈ കാണുന്നതാണ് കേട്ടോ ആ പ്രഷ്യസ് സ്റ്റോണിന്റെ പേര്. പ്രഷ്യസ് സ്റ്റോണിന്റെ കളറും ഇതുപോലെയാണ്. അമത്തിസ്ത എന്ന് പറഞ്ഞ സ്റ്റോണിന്റെ നാടാണ് ഇവിടെ. ഇവിടെ ഫുള്ള് സ്ട്രീറ്റ് ഫുഡ്, ബർഗർ. ഇവിടെ ഹാംബർഗർ ധാരാളം ആളുകൾ കഴിക്കും കേട്ടോ. നല്ല ബർഗറുകൾ കിട്ടും. കഴിഞ്ഞ ദിവസം ഞാൻ കഴിച്ചായിരുന്നു. നമ്മളങ്ങനെ ബോർഡർ ഭാഗത്തോട്ട് വന്നു. ഇവിടെ നമ്മുടെ കാണുന്നില്ലേ, ഈ കാണുന്നത് ഇവരുടെ മാറ്റിസ് സ്റ്റോൺ ആണ് കേട്ടോ. അതോ ഇതില് രത്നക്കല്ലുകളാണ് കേട്ടോ. ഇവിടത്തെ ഇവരുടെ രത്നക്കല്ലുകളാണ്. ആരെങ്കിലും അടിച്ചു മാറ്റിക്കൊണ്ടുപോയാൽ നല്ല വിലയുള്ള സാധനമാണ് കേട്ടോ, അല്ലേ? അപ്പൊ ഞാന് ബോർഡറിലോട്ട് പോണേ. ഇവിടെ ഉള്ള ആളുകള് കുറെ ആൾക്കാർ ജീവിക്കുന്നത് അപ്പുറത്താണ് കേട്ടോ, ബ്രസീലിലാണ്. കാരണം ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ. അപ്പം ഇവർക്ക് ധാരാളം പൈസയുണ്ട്. അവരവിടെ പോയി താമസിച്ചാൽ അവർക്ക് പണവും ലാഭിക്കാം, അവിടെ രാജാവായിട്ട് താമസിക്കാം. ബട്ട് ബ്രസീലിലുള്ള ആൾക്കാർ ഇവിടെ വരുന്നത് വളരെ കുറവാണ് കേട്ടോ. കാരണം ബ്രസീലിലുള്ള പാവപ്പെട്ടുള്ള ആൾക്കാരാണ്. അതായത് അവരുടെ വരുമാനവും സ്രോതസ്സൊക്കെ കുറവാണല്ലോ, അവർക്ക് കിട്ടുന്ന ശമ്പളം. അതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആളുകൾ കുറവാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് കറങ്ങാനായിട്ടും ഇതിനൊക്കെ പോകുന്ന ആളുകൾ കൂടുതലാണ്. ഇന്ന് ട്രാഫിക് ഉണ്ട് കേട്ടോ ചെറുതായിട്ട്. കാരണം ഇന്ന് ഞായറല്ലേ, എല്ലാവരും അവിടെ ബ്രസീലിൽ പോയിട്ട് അടിച്ചു പൊളിച്ച് കള്ളും കുടിച്ച് എല്ലാം ചെയ്തിട്ട് ഇങ്ങോട്ട് വരും, തിരിച്ചു വരും. കാരണം അവിടെ ആകുമ്പോൾ ചീപ്പല്ലേ. നമ്മളങ്ങനെ തിരിച്ച് അർത്തികാസ് നദി ക്രോസ് ചെയ്ത്, റിവർ ക്രോസ് ചെയ്ത് നമ്മുടെ ബ്രസീലിലോട്ട് പോവുകയാണ്. വമോസ് ബ്രസീൽ. ഇന്നലെ കയറിയതുപോലെ തന്നെ ഞാൻ ഇറങ്ങാനും ഇവിടെ ബോർഡറിൽ വന്നിരിക്കുകയാണ്. ഇവിടെയും ഉണ്ട് കേട്ടോ. ഇവിടെ ഒന്നും വർക്കാവില്ല, കണ്ടില്ലേ? കാറുകളെല്ലാം വെറുതെ പോകുന്നു, ആരും നോക്കിയൊന്നുമില്ല. നമ്മുടെ ഉറുഗ്വായുടെയും ബ്രസീലിൻ്റെയും ബോർഡർ രണ്ടും എമിഗ്രേഷൻ ഇവിടെയാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. ഇതാ ഇവിടെ കണ്ടില്ലേ, ഞാൻ വീണ്ടും നമ്മുടെ കുതിരയെ കണ്ട്. ഇവിടെ ഇവരുടെ ഒരു വലിയ ട്രഡീഷന്റെ ഭാഗമാണ് കേട്ടോ കുതിര. താങ്ക് യു ബ്രോ. മാർത്തി, ചാओ, ബൈ ബൈ. Bueno amigo. Bueno, Saludos para todos. Okay bro, muchas gracias. Take care, okay. Nos vemos. You come to Kerala, okay? Yes, sí. Año que viene. I will expect you. Marti, chao, bye bye. Chao. ഇന്നത്തെ ഹിച്ച് എനിക്ക് തോന്നുന്നു വളരെ മോശമാവും എന്നാണ് തോന്നുന്നത്. ഇവിടെ വണ്ടികൾ തന്നെ വളരെ വല്ലപ്പോഴുമാണ് വണ്ടി വരുന്നത് കേട്ടോ. ഇതിലിവിടെ തോന്നുന്നില്ല, ഇവിടെ പെട്രോൾ സ്റ്റേഷനിലും വണ്ടികളൊന്നുമില്ല.
ഞാനിങ്ങനെ ഇരുന്നപ്പോൾ പുള്ളിക്കാരൻ വന്നിട്ട് എനിക്ക് ഇതൊക്കെ തന്നു കേട്ടോ. എന്തിനാണെന്ന് എനിക്കറിയൂടെ. ഞാൻ പറഞ്ഞു വേണ്ട, ലിഫ്റ്റ് ചോദിക്കുകയാണ്. പുള്ളിക്കാരൻ പറഞ്ഞു ഇതിവിടെ പോയി ഇങ്ങനെ. ഒബ്രിഗാദോ. അല്ലോ, പട്ടികളെല്ലാം കൂടെ എന്നെ അറ്റാക്ക് ചെയ്യുവാണല്ലോ. പട്ടി. എനിക്ക് തോന്നുന്നു ഇവിടെ ബ്രസീലില് പിച്ചക്കാര് മാത്രമേ ലിഫ്റ്റ് അടിക്കുള്ളൂ എന്ന് കേട്ടോ. എന്നെ ഒരു പിച്ചക്കാരനെ പോലെയാണല്ലോ പുള്ളിക്കാരൻ കൊണ്ട്. കുഴപ്പമില്ല കേട്ടോ, പുള്ളിക്കാരൻ തന്നു. അതിൽ ഒരു ഭയങ്കര ഒരു അപ്രീസിയേഷൻ ഉണ്ട്. ബട്ട് എന്നിരുന്നാലും പുള്ളിക്കാരൻ പിച്ചക്കാരനെ പോലെ കഴിച്ചതിൻ്റെ എന്തോ ആണ് കേട്ടോ തന്നത്. ഞാനൊന്നും കുഴപ്പമില്ല, എനിക്കതൊന്നും കുഴപ്പമില്ല. ബട്ട് സ്റ്റിൽ എനിക്ക് ആരും ലിഫ്റ്റും തരുന്നില്ല. ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരത്തെ ബസ് എടുത്തേനെ. ബസ്സിന് ഞാൻ പോകുന്ന ഈ പോർട്ടോ അലഗ്രയിൽ 7,000 രൂപ കേട്ടോ. 7,000 രൂപ. ഇവിടെ ബ്രസീൽ ബസ് ഭയങ്കര എക്സ്പെൻസീവാണ്. ബാക്കി ലൈഫൊക്കെ കുഴപ്പമില്ല, ചീപ്പാണ്. ബട്ട് ചീപ്പെന്ന് പറയുമ്പോൾ ഇന്ത്യ പോലെ അല്ല കേട്ടോ. ഇന്ത്യയാണ് വൺ ഓഫ് ദ ചീപ്പ് വേൾഡിൽ, അത് വേറെ കാര്യം. ലോകത്ത് വേറെ രാജ്യങ്ങളൊന്നും ചീപ്പ് ഇതുപോലെ ഇല്ല. ബട്ട് ബസ് ഭയങ്കര എക്സ്പെൻസീവാണ് ഇവിടെ ബ്രസീലിൽ. അങ്ങനെ ഒരു ട്രക്ക് വന്നു. പുള്ളിക്കാരൻ എനിക്ക് ലിഫ്റ്റ് തരാമെന്ന് പറഞ്ഞു. ഭയങ്കര സ്ലോ ട്രക്കാണ് കേട്ടോ. ഒബ്രിഗാദോ, മൊയ്ത്തോ ഒബ്രിഗാദോ. ഇവിടെ എപ്പോഴും പുള്ളിക്കാരൻ മാറ്റയാണ് കേട്ടോ. മാറ്റ ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ പെട്രോൾ സ്റ്റേഷനിൽ ഇറങ്ങിയാണ്. മാറ്റ ഇവരുടെ ഡ്രിങ്ക് ആണ്, അറിയാലോ. ഉറുഗ്വായ്, പരാഗ്വായിലും ഉണ്ട്. സ്പെഷ്യലി അർജന്റീന അവരുടെ ഒരു പ്രധാന സംഭവമാണ് കേട്ടോ മാറ്റ എന്ന് പറയുന്ന ഒരു സാധനം. അപ്പോൾ ഞാൻ ഇനി ട്രക്കിൽ കയറട്ടെ. പുള്ളിക്കാരൻ്റെ കയ്യിൽ ഫുള്ള് ക്യാപ്പ് വെച്ച് നിറച്ചിരിക്കണമല്ലോ. ഫുള്ള് തോതോ. ഇവിടെ ക്യാപ്പിന്റെ കളക്ഷനാണ് കേട്ടോ പുള്ളിക്കാരൻ്റെ വണ്ടി ഫുള്ള്. നമ്മുടെ ചേട്ടൻ്റെ 2 മക്കളാണ് കേട്ടോ ഇവിടെ. നല്ല ക്യൂട്ട്. ഇവിടെ നമ്മളങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു കാറും ഇല്ലല്ലോ ഇന്ന്. ഞാൻ ചേട്ടൻ്റെ ട്രക്കിൽ ഒരു 6 മണിക്കൂർ സഞ്ചരിച്ച് എവിടെ എത്തി. വേറെ ട്രക്കുകളുടെ അടുത്ത് ചോദിക്കുകയാണ്. ഹോല, ഇവിടെ പുള്ളിക്കാരൻ കുക്ക് ചെയ്യുകയാണ് കേട്ടോ. കൊസിനാർ. ബ്രസീലിയൻ ഭാഷ, പോർച്ചുഗീസ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഓക്കെ, എൻജോയ്, ബൈ, ചാओ. ഞാനിനി അങ്ങോട്ടുള്ള ട്രക്കുകളിലൊക്കെ പോയിട്ട് ലിഫ്റ്റ് അടിക്കട്ടെ. കുറേ വണ്ടികളവിടെ ഉണ്ട്. ആരെങ്കിലുമൊക്കെ തന്നിരുന്നെങ്കിൽ ഇന്ന് രാത്രി തന്നെ എത്തായിരുന്നു. ഞാൻ പോകുന്നത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്താണ് കേട്ടോ. ഫ്രണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമെന്തോ? നിങ്ങൾക്കറിയാം, വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം. എൻ്റെ ബ്രസീലിയൻ ഫ്രണ്ട്. എനിക്കൊരു നല്ല ക്ലോസ് ആയിട്ടുള്ള ബ്രസീലിയൻ ഫ്രണ്ടേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. ഒരു പുള്ളിക്കാരൻ്റെ അവിടെ ഞാൻ പോവുകയാണ്. Bota fora isso aí. Bota? Isso aí, não precisa mais. Yes. Bota aqui. Yes. Maria. Ayo. Só roupa. Ropa. Só roupa. Ropa, camba. Não preciso ver. No droga. bueno. No marijuana. No. പുള്ളിക്കാരൻ പറയാം നീ നല്ലവനാണെന്ന് എങ്ങനെ അറിയാം. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ത്യയിൽ നിന്ന് ഇത്രയും ദൂരം വന്നിട്ട് വല്ല ആവശ്യമുണ്ടോ ഇങ്ങോട്ടൊക്കെ അങ്ങനെ ചെയ്യണ്ടേ? പുള്ളിക്കാരൻ എന്താ ഒരു സാധനം ഫുള്ളുണ്ടല്ലോ, വണ്ടി ഫുള്ള് നിറച്ച്. പുള്ളിക്കാരൻ പറഞ്ഞു ഓക്കെ പോലീസ് സ്റ്റേഷനിൽ പോവാം, എന്നിട്ട് ഞാൻ നിന്നെ വെരിഫൈ ചെയ്തിട്ട് കൊണ്ടുപോകാം. ഞാൻ പറഞ്ഞു വാ പോവാം, കുഴപ്പമില്ല. നല്ലൊരു അപ്പൂപ്പനെ കേട്ടോ. ഒബ്രിഗാദോ അപ്പൂപ്പ, ഒബ്രിഗാദോ. Muchas gracias. പുള്ളിക്കാരന്റെ തോക്കൊക്കെ ഉണ്ടല്ലോ. Sí, la policía brasileña. പുള്ളിക്കാരൻ തോക്ക് കാണിച്ചു കേട്ടോ. അപ്പൊ ഞാൻ കൈ ഓ മൈ ഗോഡ്. Smith eso. 9357. No, precisa. പുള്ളിക്കാരൻ പറഞ്ഞതുപോലെ പോലീസിന്റെ അടുത്ത് കൊണ്ടുവന്നല്ലോ. പുള്ളിക്കാരൻ പോലീസിന്റെ വലിയ എന്തോ ഹെഡാണ്. എനിക്കറിഞ്ഞൂടാ, പുള്ളിക്കാരന് വട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. പുള്ളിക്കാരൻ ഒരു റിട്ടയർഡ് പോലീസ് എന്തോ ആളാണ്. പുള്ളിക്കാരൻ വന്ന് എൻ്റെ ബാഗെല്ലാം പോലീസിനെ കൊണ്ട് പരിശോധിച്ചു, എൻ്റെ പാസ്പോർട്ട് എല്ലാം. അവസാനം പുള്ളിക്കാരൻ പോലീസിൻ്റെ അടുത്ത് പറയാ, പോലീസ് പറഞ്ഞു ഇവനെ കൊണ്ടുപോകാൻ പറഞ്ഞു. പോലീസിൻ്റെ അടുത്ത് പറയാ പുള്ളിക്ക് പേടിയെന്ന് കേട്ടോ. പുള്ളിക്ക് പേടിയെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ എന്നെ ഇവിടെ ഇറക്കി വിട്ടിട്ട് പോയി. ലാസ്റ്റ് പോലീസുകാർ എൻ്റെ അടുത്ത് സംസാരിക്കുമായിരുന്നു. കുറച്ച് ഇംഗ്ലീഷ് അറിയാമെന്നുള്ള പോലീസൊക്കെ വന്നു. അവർ പറഞ്ഞു പുള്ളിക്കാരൻ ഒരു ക്രൈസിയാണ്, നീ പോവാത്തത് നന്നായി, നീ പെട്രോൾ സ്റ്റേഷനിലോട്ട് പോയിട്ട് വേറെ വണ്ടി ലിഫ്റ്റ് അടിയെന്ന് പറഞ്ഞ് ഇപ്പോൾ ഞാൻ ഇതാണ്ട് പെട്രോൾ സ്റ്റേഷനിലോട്ട് നടക്കുവാണ്. ഇനി വെറും ഒരു അരവട്ടന കേട്ടോ പുള്ളിക്കാരൻ. ഞാൻ ഇതിൻ്റെ ഇടയിൽ നമുക്കൊരു ഇൻസ്റ്റിങ്ക്റ്റ് കിട്ടുമല്ലോ, നമുക്ക് ഇൻസ്റ്റിങ്ക്റ്റ് അല്ല, നമുക്ക് മനസ്സിലാവും ഓരോ ആളുകളെ കാണുമ്പോൾ. അതുകൊണ്ട് ഞാൻ എൻ്റെ ബ്രസീൽ ഫ്രണ്ടിൻ്റെ അടുത്ത് പുള്ളിയുടെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഓൾറെഡി അയച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഞാൻ മിസ്സിങ്ങോ വല്ലതും ആണെങ്കിൽ അതിന് കാരണക്കാരൻ പുള്ളിയാണെന്ന് പറഞ്ഞ് ഞാൻ ലൊക്കേഷനും കാറും അയച്ചു കൊടുത്തു കേട്ടോ. ഇത് നമുക്ക് ഓൾറെഡി ഒരു മൈൻഡിൽ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ തിരിച്ചു പോട്ടെ. ഞാൻ വിചാരിച്ചു നല്ലപോലെ ഒരു റൈഡൊക്കെ കിട്ടിയെന്ന് വിചാരിച്ചതാണ് പടച്ചോനെ. ഇത്രയും നാൾക്കിടയിൽ എനിക്ക് ഇന്ന് കുറച്ച് പേടിയാവുന്നു.
ഇവിടെ തൊട്ട് പുറകിൽ ഒരു വിയേഡായിട്ടുള്ള ഒരു വ്യക്തി. അല്ലാ, ഇത്രയും ദിവസം പേടിച്ചില്ല കേട്ടോ, ഇന്നിപ്പോൾ ഇച്ചിരി പേടി. പാവമായിരിക്കും പുള്ളിക്കാരൻ എന്തൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് കേട്ടോ. ഒരു ഹോംലെസ് ആളതിൽ പോലെ ബാഗൊക്കെ തൂക്കി. ഞാൻ ഞാൻ ഫ്ലാഷ് ലൈറ്റ് അടിച്ച് സംസാരിച്ച് കിടക്കുമ്പോൾ റോഡിൻ്റെ പുറത്തൊക്കെ പോകുന്നു. അപ്പം ഞാൻ അങ്ങനെ പെട്രോൾ സ്റ്റേഷനിൽ പോയിട്ട് തിരിച്ച് നമ്മുടെ ആ ക്രൈസിക്കാരൻ പുള്ളിക്കാരൻ ഇവിടെ ഉണ്ട് കേട്ടോ. തിരിച്ച് താണ്ട് ഞാൻ പെട്രോൾ സ്റ്റേഷനിൽ വന്നപ്പോൾ പുള്ളിയുടെ കാർ ഇതാ ഇവിടെ കിടക്കുവാണ്. ഒരു പിരി പോയിട്ടുള്ള ഒരു വ്യക്തി കേട്ടോ. പുള്ളിക്കാരനെ അരവട്ടാണെന്ന് തോന്നുന്നു. ഞാൻ അവസാനം ഒരു ബസ് സ്റ്റേഷനിൽ വന്നു. ഞാൻ ഹിച്ചേക്ക് ചെയ്ത് വേറൊരു സ്ഥലത്ത് വന്നു കേട്ടോ. ബ്ലാ കാർ എന്ന് പറയുന്ന കാർ പോളിംഗ് ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, അതിൽ ഞാനൊരു റൈഡ് കണ്ടുപിടിച്ചത്. അതിൽ പോയാൽ മതിയായിരുന്നു. അബദ്ധത്തിൽ ഞാൻ വേറൊരു സിറ്റി വന്നു, ഒരു റൈഡും കിട്ടിയില്ല. ഇനി ബസ് എടുത്ത് പോവാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്തായാലും ഇത് വേണ്ട. ഞാനിവിടെ വേസ്റ്റ് ബിന്നിൽ ഉപേക്ഷിക്കുവാണ് എൻ്റെ ഹിച്ചേക്കിങ് കോട്ട്. ഇനി ഞാൻ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഞാനങ്ങനെ ബസ് സ്റ്റേഷനിൽ വന്നു. ബസ്സിൽ കയറി. ബസ്സിൽ നിന്ന് തന്നെ ടിക്കറ്റ് എടുത്തു. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്. ഇനിയിപ്പോൾ ഞാൻ പോർട്ടോ അലഗ്ര എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തോട്ട് പോവുകയാണ്. നല്ല വിശപ്പുണ്ടായിരിക്കും. അങ്ങനെ ഞാൻ വന്ന് 1 മണിക്കൂറായിട്ട് മെട്രോ സ്റ്റേഷനിൽ തന്നെ ഇരിക്കുകയാണ്. അല്ല, ബസ് സ്റ്റേഷനിൽ തന്നെ ഇരിക്കുകയാണ്. ഇവിടുന്ന് ഒരു മെട്രോ ഉണ്ട്. ഒരു 2 മണിക്കൂർ യാത്ര ചെയ്യുന്ന ഒരു മെട്രോ ഉണ്ട്. അടുത്ത അവളുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഒരു അരമണിക്കൂറുള്ള സ്ഥലത്ത് പോകാം കേട്ടോ, അടുത്ത സിറ്റിയിലോട്ട്. അപ്പോൾ അവളെ എനിക്ക് വേണ്ടി ടാക്സി ബുക്ക് ചെയ്ത് തന്നു ഓൾറെഡി. അങ്ങനെ ഞാൻ പിന്നെ ടാക്സി കയറി ഇരിക്കുകയാണ്. ഇനി നേരെ വീട്ടിലോട്ട് പോവാണ്. വീട്ടിൽ വന്നിട്ട് കണ്ടുപിടിച്ചിരിക്കുകയാണ്. Hi. Good morning. Nice to see you. Welcome to Brazil. Gracias. Obrigado. De nada. Ah, you're talking Portuguese already. No, you now falo português. Que legal. Oh. How was the trip? Oh, I'm so You're tired.